അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ചാനലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, മിസ് ഷെഫ് അവരുണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുക. ഭയങ്കര വെച്ചാൽ അവരുടെ ഒരു നാടകീയത ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യണ പോലെയല്ല അവർ ചെയ്യുക. അതുപോലെ നമ്മളെന്ന് പറയുമ്പോൾ എന്താ, ഒരു വീട് വെച്ചാൽ ഒരു രീതിയിൽ, ഒരു കിച്ചൺ ഉള്ള രീതിയിൽ. ഇവരെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ചിലപ്പോൾ സമുദ്രത്തിൻ്റെ തീരത്ത്, അതുപോലെ തന്നെ രേഗിസ്ഥാൻ്റെ അടുത്തൊക്കെ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് അവർ കാണിക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മളൊരു അടുക്കളയിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു പ്രസ്തുതീകരണമാണ്. രുചി के दोनों कार्यक्रम സുരുചി ഓർ സ്വാദ് ഇത് വെച്ചാൽ മനസ്സിലാക്കിക്കോളാം എന്താ അവരുടെ പ്രോഗ്രാമിൻ്റെ പേര്. മേ തടക് ഭടക് പി बजाय सादगी और स्वाभाविकता दी. दोनों चैनल दावा करते कि उसके सभी व्यंजन पहले से आजमाए हुए हैं. दोनों चैनल के मालिक मारवाड़ी थे और उनका फोकस शाकाहार पर था. अच्छा, बड़ी मुश्किल से माँ चैनल वालों ने कुछ हफ्तों पहले अंडे वाली व्यंजनों के लिए अपनी मंजूरी दी थी. लाला जी को समझाना पड़ा कि केक, पेस्ट्री वगैरह अंडे के बिना बेमज़ा बनती है. മാ ചാനൽ കെ കാര്യക്രമമേ. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ മാർവാടികളാണ്. ഇവരെ എന്താ പറയുക, 2 ചാനലിൻ്റെയും ഓണേഴ്സ്. അപ്പോൾ അവർക്കാണെങ്കിൽ വെജിറ്റേറിയൻസ് ആണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഈ പേസ്ട്രി അതുപോലെ തന്നെ കേക്കൊക്കെ എങ്ങനെയാണ് എഗ്ഗില്ലാതെ രുചികരമല്ല എന്നത് പറയാണ്. മാ ചാനൽ के कार्यक्रम में विविधता बढ़ गई थी. वीर अंडों की सफ़ेदी को फेंट कर जांघा का ऐसा सफ़ेद पहाड़ बना देता कि बिना केक किए भी वह व्यंजन जैसे ही चित्र उपस्थित करता. माँ चैनल की चुनौती में का चैनल के मालिकों ने आपसी विचार विमर्श से यह तय किया कि वे अपने कार्यक्रम में सामिक्ष व्यंजन बनाने भी सिखाएंगे. इसके साथ ही उन्होंने इस संभावना पर भी गौर किया कि स्वाद कार्यक्रम की स्वाद कार्यक्रम की होस्टर्स बदल जाए. मालिकों की दलील दी कि रुचि शर्मा की छवि एक घरेलू मध्यवर्गीय गृहिणी की थी. उसके हाथों में गोश्त और मुर्ग की विविधताएं संजेंगी ही नहीं. एक मालिक ने कहा, ऐसे कर सकते हैं कि हम स्वाद प्रोग्राम के 2 हिस्से कर दें. सोमवार मंगलवार वैसे भी हिंदुस्तानी लोग मांस मच्छी खाते नहीं हैं. शुक्रवार को भी लोगों को परहेज रहता है. 3 दिन स्वाद പ്രോഗ്രാം രുചി ശർമ്മ കരെ, 3 दिन कोई और. അപ്പോൾ ഇവർ പറയാണ്, അവർക്ക് പിന്നീട് എന്ന് പറയുമ്പോൾ രുചി എന്ന് പറയുന്നത് ഒരു മധ്യവർഗീയമായിട്ടുള്ളൊരു ഒരു സ്ത്രീയെ എന്താ പറയുക, പ്രതിനിധിയാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, രുചിയുടെ പ്രോഗ്രാം 3 ദിവസമാക്കാം, ബാക്കി പ്രോഗ്രാം വേറെ വല്ലവരും ചെയ്യട്ടെ, കുറച്ചും കൂടി യങ്ങായിട്ട്. രുചിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ലാതെ. രുചിക്ക് യഹ് സുജാവ് നാഗ്വർ ലഗാം. अब तक इस कार्यक्रम पर उसका एकछत्र साम्राज्य था. उसने थोड़ा कठिन रुख अपनाया. या तो मैं पूरा प्रोग्राम करूँगी, नहीं तो बिल्कुल नहीं. दिनेश झुनझुनवाला ने से कहा, ജേസി ആപ്കി മർസി, ഹംകോ കോയി ബാധ നഹി. അപ്പോൾ പറയാം, ഒന്നെങ്കിൽ ഞാൻ ഫുള്ള് പ്രോഗ്രാം ചെയ്യും, അല്ലെങ്കിൽ ഞാനിത് നിർത്തിപ്പോവും. അപ്പോൾ അയാൾ പറയാണ്, എന്നാൽ നിങ്ങളുടെ ദിനേശ് പറയാണ്, പക്ഷേ പ്രോഗ്രാമിൻ്റെ നിർമ്മാതാവാണ്. അയാൾ പറയണം, എന്നാൽ നിങ്ങളുടെ ആഗ്രഹം പോലെ, ഞങ്ങളിവിടെ ആരെയും കെട്ടി വെച്ചിട്ടില്ല, പക്ഷേ ആരെയും ഇവിടെ ബന്ദിയാക്കിയിട്ടില്ല. രുചിക്കോ അപ്നി സ്ഥിതിക്ക് അസ്ഥായി ബൻ കാ അന്ദാസ ഹോ ഗയാ. मन मारकर उसने मालिकों की बात मान ली. इसके सिवा कोई ചാര നെഹീദി. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരതങ്ങോട്ട് അവർ പറഞ്ഞത് സമ്മതിച്ചു, കാരണം വേറൊരു വഴിയും ഇല്ലാന്ന്. പിന്നെ 66 ആണ് പേജ് നമ്പർ. പ്രഭാകർ ശർമ്മ का स्वास्थ्य दिन पर दिन गिरता जा रहा था. वाशी के
सेक्टर 17 में उसके पास अष्टम नामक हाउसिंग सोसाइटी में जो पुश्तैनी मकान था, उसका ग्रह कर, जल कर और बिजली का बकाया अब एक छोटे मोटे पहाड़ की शक्ल ले चुका था. അപ്പോൾ ഇയാൾക്കാണെങ്കിൽ കുറച്ച് ഒരു വീടുണ്ട്. പുശ്തൈനി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ളത്. बिजली विभाग ने तो उनके फ्लैट 808 की बिजली काट दी. ग्रह और जल कर का ആയ ദിൻ നോട്ടീസ് ആത്താ രഹത്ത. അപ്പോൾ ആ വീടെന്ന് പറഞ്ഞാൽ ഇവർ ഉപയോഗിക്കാത്തതാണ്. അപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കാതെ കറണ്ട് കട്ട് ചെയ്തു. അതുപോലെ തന്നെ എന്താ പറയുക, വാട്ടറും അതുപോലെ തന്നെ നോട്ടീസൊക്കെ വന്നു അതിൻ്റെ. ഇൻ ദിനോം പൂഞ്ചി നിവേശ് കാ ഉസ്കാ ധന്ധാ ഭി മന്ദ चल रहा था. दरअसल इतने बरस के बाद प्रभाकर अपनी शादी के फ्लॉप होने के धक्के से उबर नहीं पाया था. अपनी पुरुष मानसिकता में उसके लिए इस बात का समझौता करना मुश्किल था कि उसकी पत्नी उसे छोड़कर चली जाए, ऊपर से अपना अलग जीने का रास्ता स्वयं ढूंढ ले. बहुत दिनों तक वह सोचता रहता है कि एक दिन रुचि लूटी पीटी वापस घर आएंगे और उसके पैरों पर गिर कर अपनी भूल चूक की माफ़ी मांगेंगी. प्रभाकर के जहन में स्त्री की छवि एक समर्पित, सहनशील, अनुगामिनी की थी. अपनी ज़्यादतियों के बारे में उसका दृष्टिकोण बड़ा उदार था. वह मानता कि अगर पुरुष के पास अतिरिक्त पौरुष है तो पत्नी से इतर रिश्ते बनाएगा ही. वह अक्सर दोनों के बीच शोगी बगाड़ता. I am അപ്പോൾ ഇവിടെ പറയുന്നത് പ്രഭാകർ ശർമ്മയുടെ അവസ്ഥ. അയാൾക്ക് വീടൊക്കെ ഉണ്ടായിരുന്നു. അതെന്ന് പറയുമ്പോൾ വെച്ചാൽ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അയാൾക്ക്. കാരണം രുചി പോയതിന് ശേഷം ഇയാളുടെ വിചാരം എന്താ, രുചി കരഞ്ഞ് ഒന്ന് തിരിച്ചു വരുന്നു. പക്ഷെ അവൾ വലിയ ഫേമസായി, അവൾ വേറൊരു ജീവിതമായി. അങ്ങനെയായപ്പോൾ ഇയാളുടെ ഇതെന്ന് പറയുമ്പോൾ പക്ക ഒരു എന്താ പറയുക, പുരുഷന്മാരിങ്ങനെ എന്നുവെച്ചാൽ ഭാര്യ തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി തന്നെ എന്താ പറയുക അങ്ങനെ കാല് പിടിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. പക്ഷേ പിന്നെ ഇയാളുടെ കുറേ പെണ്ണുങ്ങളിനായിട്ടും ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര പൗരുഷമാണ്. അങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. I am surplus for my wife suffering. इन जुमलों पर ठहाका लगता और प्रभाकर का മനോബൽ കൈ ഗുണ ബഡ് ജാത്ത. അപ്പം എന്ന് വെച്ചാൽ എന്താ, ഇവർ ഭയങ്കര ഫേമസ് ആയി നോക്കുമ്പോൾ ഇയാൾക്ക് അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഉസ്കെ സാരെ കിസ്സെ और लतीफ़े यौवन संबंध से ताल्लुक़ रहते. जब रुचि साथ रहती थी इस तरह की अभिव्यक्ति पर एतराज़ करती. बच्चे के सामने ऐसी बातें मत किया करो. प्रभाकर उसका एतराज़ हंसी में उड़ देता. मेरा बेटा मर्द बच्चा है, उसे शेर पंजाब बनाऊंगा मैं. उसे अपनी अनियमित जीवन शैली पर नास दा. ഗഗൻ को भी वह धारा के विरुद्ध काम करना सिखाता. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മകൻ്റെ മുന്നിൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ പറയാം, എൻ്റെ മോനെ ഇതൊക്കെ ചെയ്യണം, അവനൊരു ആൺകുട്ടിയാണെന്ന് പറയും. എന്നിട്ട് മോനെ കൊണ്ട് അതൊക്കെ ചെയ്യാൻ പഠിപ്പിക്കും. ജബ് തക് മാँ बाप की ही दी हुई संपत्ति घर में दी इन अनीतियों के दुष्परिणाम स्पष्ट नहीं हुई. लेकिन बाद में प्रभाकर परिवार के सुख चैन पर ग्रहण लगता था. अपने जीने के ऊट पटांग टर्रे पर सोच विचार ना कर प्रभाकर कहता, यह 8 नंबर बड़ा सिरफिरा होता है. मुझे इसने कभी चैन से नहीं रहने दिया. मेरी जन्मतिथि 8 है, जन्म का महीना भी 8 है. भावों जी के 8
को शुभ अंक मान कर इस अष्टम सोसाइटी में 8वीं मंजिल पर 8वां ഫ്ലാറ്റ് ले लिया. അപ്പോൾ ഇയാൾ പറയണമെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചത് 8-ാം തീയതിയാണ്, 8-ാം മാസത്തിലാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയുമ്പോൾ 8 നമ്പറാണ്. അപ്പോൾ ഞാൻ 8ാമത്തെ വെച്ചാൽ ഫ്ലാറ്റാണ് വാങ്ങിച്ചത്. എന്നിട്ട് അഷ്ടം സൊസൈറ്റിയിൽ അഷ്ടം സൊസൈറ്റിയിൽ 8ാമത്തെ ഫ്ലാറ്റ്, 8ാമത്തെ നിലയിലുള്ള ഫ്ലാറ്റ്. എന്നിട്ട് ഈ ഗതി ആയല്ലോ എന്ന്. इस अट्टू के 8 साल अच्छा फल दिया, बस 8 नंबर बड़ा जालिम होता है, कभी अर्श पर कभी फर्श पर. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് നമ്മൾ വലിയ ഇതാക്കും, എന്നാൽ അതുപോലെ തന്നെ തറയിലാക്കും ചെയ്യും. इसी के लिए कहा जाता है अगर बंगला की नवम या 10वीं सोसाइटी में वे घर ले लेते तो आज यह हाल ना हुआ होता. അപ്പോൾ വലിയ ബംഗ്ലാ പോലുള്ള നവമ യാ 10ാം സൊസൈറ്റിയിലൊക്കെ ഇതുപോലെ വീടും ഫ്ലാറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. दिवंगत पिता को कोसते वक्त वह इस पर ज़रा विचार नहीं करता कि अपने काम काज पर वह कितना काम ध्यान देता था. അപ്പോൾ അച്ഛനൊക്കെ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ല എന്ന് ആലോചിച്ചാൽ അച്ഛനെയും വെച്ചാൽ തൻ്റെ പൂർവികരെ ഇങ്ങനെ കുറ്റം പറയുക. അപ്പോൾ നമ്മുടെ ലേഖക വെച്ചാൽ ഇതിൽ പറയുകയാണ് ഇയാൾ എന്താ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കിയെന്ന്. वित्तीय कारोबार में एक दिन की भी शिथिलता मतलब रखती और अक्सर अच्छे सौदे उसके हाथ से निकल जाते. कभी वह अपने ग्राहकों का हैरान करता, कभी ग्राहकों उसे हैरान कर डालते. ऐसे में वह बढ़ती महंगाई को कोसता. अब लोग पैसा जोड़ना नहीं उड़ाना चाहते हैं. इसके बाप दादा गड़ी हुई दौलत छोड़ गए हैं, उसी की गर्मी है, वह इस टूटे फूटे मकान के सिवा हाथ में कुछ नहीं. അപ്പോൾ ഇയാളൊന്നും ചെയ്തിട്ടില്ല, ഇയാളുടെ കയ്യിലാണെങ്കിൽ ആകെ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഈ ഒരു എന്താ പറയുക ബിൽഡിങ് മാത്രമുള്ളൂ. इससे भी ज़्यादा तकलीफ़ उसे तब हुई कि उसे पाया कि उसकी आंसू बहाने वाली बीवी रुचि उसके देखते देखते छोटे पर्दे की मशहूर താരിഖി ബൻ ഗയും. അപ്പോൾ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് എൻ്റെ മുന്നിൽ കരഞ്ഞ് ആകതായിരുന്ന തൻ്റെ ഭാര്യ ഇപ്പോൾ വലിയൊരാളായി. അഖ്ബാർ ഓർ പത്രപത്രികാവേ ഉസ്കെ ഗുൺ ഗാനെ ലഗെ. പത്രങ്ങളും മാഗസീനും അവളെ വാനോളം പുകഴ്ത്തുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര വിഷമമാണ് വന്നിരുന്നത്.